നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പറയപ്പെട്ട പന്തിരുകുലത്തിൻ്റെ കഥയല്ലേ പറയുന്നത്. വരരുചിയുടെയും പഞ്ചമിയുടെയും മകനായ പാക്കനാരുടെ കഥയാണ് കേട്ടോ പറയുന്നത്. പാക്കനാർ പുറമിക്കുമ്പോൾ ഇപ്പോൾ ഒരു തിരുമേനിയുടെ ഇല്ലത്തിനടുത്ത് ഒരാളെ കെട്ടിയിട്ട് തല്ലണു. എന്താണെന്ന് ചെന്ന് അന്വേഷിച്ചപ്പോഴേ പറയണേ, ഇല്ലത്തെ തിരുമേനിയുടെ മകൻ ഉണ്ണിക്കൂട്ടൻ്റെ പുലിനഖമാല കാണാനില്ല അത്രേ. അത് മോഷ്ടിച്ചത് ഇയാളെന്ന് പറഞ്ഞ് ഇയാളെ പിടിച്ച് കെട്ടി തല്ലുക. പാക്കനാർ പറഞ്ഞ അടിയൊക്കെ നിർത്തും. എന്താ കാര്യം അങ്ങനെ ചോദിച്ച് ഒടുക്കം പാക്കനാരെ പറഞ്ഞു, എണ്ണ തിളക്കുന്നുണ്ട്, എണ്ണ തല്ല് കൈ മുക്കിക്കാൻ പോവുക, അതാണ് ഇയാൾക്കുള്ള ശിക്ഷ. ഓ അതങ്ങനെയാണോ എന്ന കാരണം അപ്പോൾ എടുത്തിട്ടുണ്ടെങ്കിൽ പൊള്ളും, എടുത്തിട്ടില്ലെങ്കിൽ കൈ പൊള്ളില്ല, ഉറപ്പാണല്ലോ, ഉറപ്പാണ്. അങ്ങനെ തിരുമേനിയോട് ആദ്യം കൈ മുക്കാൻ പറയും. അപ്പോൾ എല്ലാവരും പറഞ്ഞു, നിങ്ങൾ എടുത്തിട്ടില്ല എന്ന് ഉറപ്പുള്ള എല്ലാവരും കൈ മുക്കണം, നിങ്ങളുടെ കൈ പൊള്ളില്ല എന്ന് ഉറപ്പുള്ളവരൊക്കെ കൈ മുക്കണം. ഇയാളുടെ മാത്രം കൈ പൊള്ളിയ ഇയാളെടുത്തെന്ന് അർത്ഥം എത്ര ആളുടെ കയ്യാണ് പൊള്ളുക നമുക്ക് നോക്കാമല്ലോ. തിളച്ച എണ്ണയിൽ കൈ മുക്കിയിട്ട് കൈ പൊള്ളാത്തവരാരുടെ നോക്കട്ടെ, തെറ്റ് ചെയ്യണതും ചെയ്യാത്തതും ഒക്കെ അതനുസരിച്ചാണോ എന്നറിയാമല്ലോ. ഒരാൾക്കൊരു നീതി വേറൊരാൾക്ക് വേറൊരു നീതി, അത് പറ്റില്ല. അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ തിരുമേനി അയ്യോ അത് പറ്റില്ല, ഒരാൾ അഴിച്ചു വിടൂ, അയാൾ അഴിച്ചു വിടൂ, ധൈര്യമുള്ളവർ അഴിച്ചു വിടൂ. അങ്ങനെ പാക്കനാരുടെ വാക്ക് കേട്ട് ആ കുറ്റവാളിയാണെന്ന് പറഞ്ഞ് കെട്ടിയിട്ടിരുന്ന് അടി കൊണ്ട് ആ പാവത്തിനെ അങ്ങോട്ട് അഴിച്ചു വിട്ടു. അത് കഴിഞ്ഞപ്പോൾ ഇനി എല്ലാവരും പിരിഞ്ഞ് പോവാമെന്ന് വിചാരിച്ചു. എന്നാൽ പോകാൻ പറ്റില്ല, ഇവിടെ നിൽക്കണം, തിരുമേനി പെട്ടെന്ന് നിൽക്കണം, എല്ലാവരും പെട്ടെന്ന് നിൽക്കണം. അങ്ങയുടെ കുട്ടിയുടെ മാല പോയ വഴി എവിടെയാണെന്ന് നമുക്ക് അന്വേഷിക്കാം എന്ന് പറഞ്ഞു. അത് അങ്ങ് ആ കുട്ടിയുടെ അമ്മയും കുട്ടിയോടും കൂടി കൊണ്ട് വരാൻ പറയുമെന്ന് പറഞ്ഞു. വേഗം കാര്യസ്ഥൻ്റെ അടുത്ത് ചെന്ന് രാത്രി കുട്ടിയോട് ഉണ്ണിക്കുട്ടനെ കൊണ്ട് വരാൻ പറയൂ എന്ന് പറഞ്ഞയച്ചു. അങ്ങനെ ഇവർ കാത്തിരിക്കുകയാണ് കേട്ടോ. അവിടെയാണ് നമ്മൾ നിർത്തിയ കഴിഞ്ഞ ദിവസം. ദേ വരണു, അകത്തുനിന്ന് ഇറങ്ങി വരണു രാത്രിക്കുട്ടി ഉണ്ണിക്കുട്ടനെ എടുത്തോണ്ട്. 2 വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടിയാണ് ഉണ്ണിക്കുട്ടൻ. നോക്കുമ്പോൾ എന്താ കുട്ടിയുടെ കഴുത്തിൽ പുലിനഖ മാലയുണ്ട്. ഈ മാലയല്ലേ കാണാണ്ട് പോയി എന്ന് പറഞ്ഞ് ഇയാളെ പിടിച്ച് കെട്ടി തല്ലിയത്. ആൾക്കാർ പറഞ്ഞു, അയ്യോ കഷ്ടമായിപ്പോയി, ഇതല്ലേ മാല കാണാണ്ട് പോയത്, ഇതിപ്പോൾ എവിടുന്ന് കിട്ടിയിപ്പോൾ? ഈ പാവത്തിന് നിരപരാധിയായി ഈ മനുഷ്യരെ പിടിച്ച് കെട്ടി തല്ലിയില്ലേ. എല്ലാവരും അങ്ങ് ഇതെന്തൊരു തിരുമേനിയെ ഈ അക്രമം കാണിച്ച്, എന്തും മഹാപാപായി ചെയ്തത്, കുറ്റമൊന്നും ചെയ്യാത്ത ഈ പാവത്തിനെ പിടിച്ച് കെട്ടിയിട്ടില്ലേ, എന്നിട്ട് തല്ലില്ലേ. ഇപ്പം ഈ പാക്കനാർ വന്നുകൊണ്ട് കയ്യെങ്കിലും രക്ഷപ്പെട്ടില്ല, ഇയാളുടെ കയ്യും പൊളി പോയല്ലേ എണ്ണയിൽ മുക്കിയിട്ട് എന്നിങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ തിരുമേനിയോട് ചോദിച്ചു, തിരുമേനി ഈ പുലിനഖമാലയാണോ കാണാണ്ട് പോയത്? അതേട്ടോ, ഈ മാലയെ കാണാണ്ട് പോയത്, ഇതിപ്പോൾ എവിടുന്നാണ് കിട്ടിയത്? എനിക്ക് രൂപയില്ല, എന്നാൽ ചോദിക്കൂ അന്തർജനത്തിനോട്. അപ്പോൾ തിരുമേനി ചോദിച്ചു, രാത്രി കുട്ടി ഉണ്ണിക്കുട്ടൻ്റെ പുലിനഖമാല എവിടുത്തെ കിട്ടിയത് ചോദിച്ചു. അപ്പോൾ താത്തിക്കുട്ടി പറഞ്ഞു, അടിയനത് പറയാൻ മറന്നു കേട്ടോ, അത് ഉണ്ണിക്കുട്ടനെ കുളിപ്പിക്കാൻ നേരത്തെ എണ്ണ തേപ്പിച്ചപ്പോൾ വാല്യ കരത്തി ആ മാല ഒഴിച്ച് കിടക്കയുടെ വെക്കാറ്. ഇന്ന് പതിവില്ലാത്തോണം തലേണയുടെ ഉള്ളിലേക്ക് വെച്ചു. കുളി കഴിഞ്ഞ് തോർത്തിച്ച് വന്ന് കുട്ടിയെ മാല വീണ്ടും ആഭരണം അണിയിക്കാനായിട്ട് ഞാൻ കിടക്കേണ്ട അടിയിൽ നോക്കിയപ്പോൾ കണ്ടില്ല. അതാ ഞാൻ കാണാനില്ല എന്ന് പറഞ്ഞു. ഇവിടെ ആരും വന്നു എന്ന് ചോദിച്ചു, ആരും ഒട്ടും വന്നിട്ടുമില്ല. അങ്ങനെ നോക്കുമ്പോഴാണ് ഞാൻ കണ്ടത് വെറ്റിലിരിക്കണു പടിയിൽ. അപ്പോൾ വന്നൂലോ ഈ കുട്ടിക്കൃഷ്ണനല്ലേ വെറ്റില കൊണ്ടുവച്ചേ. അതാ ഞാൻ കുട്ടിക്കൃഷ്ണൻ്റെ പേര് പറഞ്ഞു. കുട്ടിക്കൃഷ്ണൻ വെറ്റില വയ്ക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. കുട്ടിക്കൃഷ്ണൻ അടുത്തേന്ന്, അതുകൊണ്ടാണ് ഞാൻ ധരിച്ചത്. അത് ശരി, അതുകൊണ്ടാണ് കുട്ടിക്കൃഷ്ണനെ പിടിച്ച് കെട്ടിയിട്ട് തല്ലിയത്. പാക്കനാർ ചോദിച്ചു, ഇപ്പം തിരുമേനിക്ക് മനസ്സിലായോ പുലിനഖമാല പോയ വഴി, വന്ന വഴി? പാപത്തിനെ പിടിച്ച് കെട്ടി തല്ലിയേനെ എന്ത് മഹാപാപ അങ്ങ് ചെയ്തത്. ഇതിനിപ്പോൾ എന്താ പ്രായശ്ചിത്തം? ഇനിയിപ്പോൾ എല്ലാവരും എല്ലാ ദിക്കിലേക്കും അങ്ങോട്ട് പോവന്നെ. എന്നാൽ പറ്റില്ല, പ്രായശ്ചിത്തം ചെയ്തേ പറ്റൂ, അങ്ങ് ചെയ്യണം. അങ്ങാണ് ഈ പാവത്തിനെ ഉപദ്രവിച്ചത് എന്ന് പറഞ്ഞ് പാക്കനാർ തിരുമേനിയെ നിർബന്ധമായിട്ട് അവിടെ കൊണ്ട് നിർത്തി. ഞാനിപ്പോൾ എന്താ പ്രായശ്ചിത്തം ചെയ്യണ്ടേ? പറയാം. ആദ്യം സുഖമായിട്ട് തേക്കാൻ നല്ലോണം എണ്ണയും കൂടി കൊണ്ട് കൊടുക്കും. മേലാസകലം എണ്ണ തേച്ച് കുളിക്കട്ടെ അദ്ദേഹം. കുളി കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കണം.
എന്താ പറ്റുമോ? ഭക്ഷണം കൊടുക്കാം. ആ പോവാൻ നേരത്ത് 100 പണം അദ്ദേഹത്തിന് കിഴിക്കെട്ടാക്കി ഒരു പണക്കിഴി അങ്ങോട്ട് കൊടുക്കണം. 100 പണം ഉണ്ടാവണം, എന്നിട്ടേ ഞാൻ പോണുള്ളൂ, എനിക്കത് കാണണം എന്ന് പറഞ്ഞ് പാക്കനാരടുത്തുള്ളൊരു കല്ലുമ്മ അവിടെ ഇരുന്നു. ഇയാൾ കുട്ടികൃഷ്ണൻ പോയി കുളിച്ച് ഊണ് കഴിച്ച് പണക്കിഴിയും കൊണ്ട് വരണത് എനിക്ക് കാണണം. അങ്ങിപ്പോൾ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞു. തിരുമേനിക്ക് ഒരു നിവർത്തിയിലുണ്ടായി. തിരുമേനി വേഗം എന്നാ കുട്ടീഷ വരൂ, ആ പാവത്തിനെ അട്ടിക്കൊണ്ട് ഊപ്പാടായിട്ട് നടക്കാൻ വയ്യ. മറ്റ് 2 പേരും കൂടി സഹായിച്ച് പാവത്തിനെ കൊണ്ടുപോയി വെള്ളം ചൂടാക്കി എണ്ണ തേപ്പിച്ച് ആ പാവത്തിനെ കുളിക്കാൻ സഹായിച്ചു. വന്നപ്പോഴത്തേക്കും ചൂടെ ചോറും കൂട്ടാനും കൊടുത്തു, വയറ് നിറച്ച് ചോറ് കൊടുത്തു, ഊണ് കഴിച്ചു. പോരാൻ നേരത്ത് പറഞ്ഞ പോലെ ഒരു പണക്കിഴിയും കൊടുത്തു. പാക്കനാരത് കണ്ടിട്ടാണ് തിരിച്ചു പോയത്. അങ്ങനെ പാക്കനാര് കളവ് തെളിയിച്ചൊരു കഥ. അതാണ് ഇന്ന് ഞാൻ പറഞ്ഞ ഈ കഥ. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി. ഇതിൽ നിന്ന് നമ്മൾ എന്താ ഈ കഥയെന്ന് മനസ്സിലാക്കിയത്? നിരപരാധികളെ ശിക്ഷിക്കാനേ പാടില്ല. ചെയ്ത തെറ്റെന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് മാത്രമേ ശിക്ഷ പാടുള്ളൂ. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടോട്ടെ, സാരമില്ല. പക്ഷേ നിരപരാധിയായ ഒരാൾ പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. അതാണ് പാക്കനാരുടെ നിയമം. ഇന്നും നീതിപീഠത്തിൻ്റെ നിയമം അതുതന്നെയാണ്. എല്ലാവർക്കും നന്ദി.